ഷൂട്ടിംഗ് കഴിഞ്ഞ അന്ന് മുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമ, തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് പെട്ടിയിലാക്കിയ സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു കേസ് നടക്കുമ്പോഴും ആ ഒരു സിനിമയുടെ മുഴുനീള ചിത്രം HD ആയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ലീക്കായിട്ട് കിട്ടിയ ഒരു സിനിമ, അതോടുകൂടി തിയേറ്ററിന്റെ പടിവാതിൽ പോലും കാണാത്ത ആ ഒരു സിനിമയെ നെഗറ്റീവ് റിവ്യൂ, നെഗറ്റീവ് അഭിപ്രായങ്ങളും പറഞ്ഞ് വലിച്ചു കീറിയ ഒരു സിനിമ. ഇത്രയും പ്രശ്നത്തിന് ശേഷം ആ ഒരു സിനിമ ജൂലൈ 23-ന് റിലീസായി. സിനിമ എങ്ങനെ പൊട്ടിക്കാണോ അല്ലേ? പൊട്ടി പണ്ടാരോടെയും കാണുമല്ലേ? തിയേറ്ററിലോട്ടൊന്ന് പോയി നോക്കടാ, ഹൗസ്ഫുള്ളാണ്, ഹൗസ്ഫുള്ള്. നിങ്ങളെ സിനിമയ്ക്കകത്തുള്ള സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇത് സിനിമയ്ക്ക് പുറത്ത് സിനിമ വെല്ലുന്നൊരു ചരിത്രമാണ് നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിംഗ് ഉള്ള സിനിമ കണ്ടിട്ട് കരഞ്ഞോണ്ട് ഇറങ്ങി വരുന്ന ഓഡിയൻസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണാൻ സാധിക്കും. അയാളെ സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു വ്യക്തിയല്ല, അയാൾ ഒരു ദൈവമല്ല, സാധാരണ ഒരു തമിഴ്നാട്ടിലെ ആക്ടർ. നമ്മുടെ എല്ലാ അണ്ണനായിട്ട് മാറി, നമ്മുടെ എല്ലാ ഇളയ ദളപതിയായിട്ട് മാറി, ഇപ്പോ തമിഴ്നാടിന്റെ സ്വന്തം CM ആയിട്ട് മാറി. ഇനി ഞാൻ ആ പേര് പറയണോ?